ഏകാദശി വ്രതത്തിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വിഷ്ണുപ്രീതിയിലൂടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അനുഷ്ഠിക്കാവുന്ന വ്രതമാണ് ഏകാദശി വ്രതം. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ തിഥികൾ വരുന്ന 3 ദിവസങ്ങളിലായി നീണ്ടു കിടക്കുന്നതാണ് ഏകാദശി വ്രതം. ദശമി ദിവസവും ദ്വാദശി ദിവസവും ഒരു നേരം, അതായത് പകല് ആഹാരം കഴിക്കാം. ഏകാദശി ദിവസം പരിപൂർണമായി ഉപവസിക്കണം. അരി കൊണ്ടുള്ള ഭക്ഷണം നിർബന്ധമായും ഉപേക്ഷിക്കണം. തുളസീതീർത്ഥം സേവിക്കാം. പകൽ ഉറങ്ങാൻ പാടില്ല. അത് എല്ലാ വ്രതത്തിനും അങ്ങനെയാണല്ലോ അല്ലേ? നമ്മൾ പകൽ ഉറങ്ങില്ല. ഇഹലോകത്തും സുഖവും പരലോകത്ത് വിഷ്ണു സായുജ്യമായ മോക്ഷവുമാണ് ഏകാദശി വ്രതത്തിൻ്റെ ഫലം. എന്താണ്? ഇഹലോകത്ത് സുഖവും പരലോകത്ത് വിഷ്ണു സായുജ്യമായ മോക്ഷവുമാണ് ഏകാദശി വ്രതത്തിൻ്റെ ഫലം. ഏകാദശിയുടെ ഒടുവിലത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും കൂടിയ 30 നാഴിക, അതായത് 12 മണിക്കൂർ സമയത്തെ ഹരിവാസരം എന്നാണ് പറയുക. ഏകാദശി വ്രതകാലത്തിലെ പ്രധാന ഭാഗമാണ് ഹരിവാസര സമയം. ഈ സമയത്ത് ഭക്ഷണവും ഉറക്കവും പാടില്ല. ഈ സമയത്ത് അഖണ്ഡ നാമജപം ചെയ്യുന്നത് ഏറ്റവും ഗുണകരമാണെന്ന് വിശ്വാസമുണ്ട്.